നോറ ഏറ്റവും നല്ല ഗെയിമർ ആണെന്നാണ് ഇപ്പൊ ജിൻഡോ പറയുന്നത്. അപ്പൊ നോറ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവിടെ ആർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിൻഡോയ്ക്കും അത്ര വലിയ കുഴപ്പമില്ല. ജാസ്മിനൊന്നും തീരെ പിടിച്ചിട്ടില്ല. അഭിഷേക്, സിജോ, സായി ഒന്നും ഇഷ്ടപ്പെടാതെയാണ് ഇരിക്കുന്നത്. സിജോയും സായി ഒക്കെ പറഞ്ഞ നന്ദനെ കയറ്റിവിട്ടാ പോരായിരുന്നോ, പെങ്ങളൂട്ടി വന്നെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് എൻ്റർ ചെയ്ത് വന്നേനെ, അടിപൊളിയാക്കിയേനെ അവളെന്നൊക്കെ പറയുന്നുണ്ട്. അവള് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പൊ നോറേനെ കണ്ടപ്പോൾ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഓൾറെഡി ഇവര് അത് കഴിഞ്ഞിട്ട് അപ്പൊ സായി പറയുകയും ചെയ്തു അടുത്ത ആഴ്ച നോറ വീണ്ടും ഔട്ടായി പോവും. അപ്പൊ അഭിഷേക് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്തേക്കണം നോറ എന്തായാലും ഇനി അടുത്ത ആഴ്ച നീ പൊക്കോളും എന്നുള്ളത്. അപ്പോഴാണ് ജിൻഡോ പറയുന്നത് നോറ അടിപൊളി ഒരു ഗെയിമറാണ്, നോറ ഇനി പോകില്ല എന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത്. നല്ല ഗെയിമർ ആയതുകൊണ്ടാണ് നോറേനെ തിരിച്ചു കയറ്റി വിട്ടതെന്നാണ് ജിൻഡോ പറയുന്നത്. ജിൻഡോ ചേട്ടൻ രോമാഞ്ചം വന്നോന്നൊക്കെ അപ്പൊ ഋഷിയും അഭിഷേകും ഒക്കെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയാ ശരിക്കും എടാ എനിക്ക് രോമാഞ്ചം വന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പൊ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് ആ ഫീല് മനസ്സിലാവുള്ളൂ, ഭയങ്കര വീര്യം കൂടും എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. കാരണം ജിൻഡോ ഒന്ന് പുറത്തു പോയിട്ട് വന്നതാണല്ലോ. അപ്പൊ ജിൻഡോ ആണ് നോറേനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അവിടെ സംസാരിക്കുന്നത്. ആർക്കും നോറ വന്നത് പിടിച്ചിട്ടില്ല, എല്ലാരും നോറ പോയി എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നല്ലോ. സിജോ എന്റെ നേരെ നോക്കി തന്നെ നോറോട് പറയുന്നുണ്ട്, നോറ പോകുമ്പോ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്, നോറ പോകേണ്ട ആള് തന്നെയല്ലേ, ഇവിടെ നിന്ന് ഓരോരുത്തർ പോവുകയല്ലേ വേണ്ടത്, അപ്പൊ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതുപോലെ ജിൻഡോയും ഗബ്രിയും പോയപ്പോ നോറ പറഞ്ഞത് അവർ പോട്ടെ എന്നല്ലേ, പിന്നെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പറയണേൽ എന്നെ കുഴപ്പം എന്നൊക്കെ. അടുത്ത ആഴ്ച എന്തായാലും നോറ പോകുന്നും പറഞ്ഞാണ് സായിയും അഭിഷേകും ഇരിക്കണത്. മിക്കവാറും സായി ആയിരിക്കും പോണത്.